നമ്മുടെ കടമെല്ലാം ക്രൂശിൽ കൊടുത്തു തീർത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു ദിവസവും കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചടുത്തു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം അവസരങ്ങളെ നൽകിയല്ലോ. കർത്താവിന് സ്തോത്രം. നമ്മുടെ തിരക്കുകൾക്കിടയിലും നമുക്കൊരുമിച്ച് ദൈവപാദങ്ങളിൽ അടുത്തു വരേണ്ടതിന് ദൈവം കൃപ തരുന്നു. അതിനുള്ള മനസ്സും ഒക്കെ ദൈവം നമുക്ക് തരുന്നതിനാൽ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ദൈവം ഏവർക്കും പ്രതിഫലങ്ങളെ തരട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നാം ഇപ്പോൾ പാടിയതുപോലെ യേശു കർത്താവ് നമുക്ക് പകരമായി കടം എല്ലാം കൊടുത്തു തീർത്തു. കുറഞ്ഞത് 3 ബില്ലെങ്കിലും കർത്താവ് കൊടുത്തിട്ടുണ്ട്. 2 കടമായിരുന്നതാണ്, 1 വിലയായിട്ട് നൽകി. പാപത്തിന്റെ കടം മുഴുവനും യേശു കൊടുത്തു. പാപത്തിന്റെ ശിക്ഷയും മുഴുവനും യേശു സഹിച്ചു. ഇത് രണ്ടും നേരത്തെ ഉണ്ടായിരുന്ന ബാധ്യതകളാണ്. വീണ്ടെടുപ്പിന്റെ വില എന്ന ഒരു വില, മറുവില എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. വേദപുസ്തകത്തിന്റെ ഭാഷ അങ്ങനെയാണ്. റാൻസം, മറുവില. അതും കർത്താവ് കൊടുത്തു. ദാറ്റ് വാസ് ഫോർ എ പർച്ചേസ്, പർച്ചേസിങ് അവർ ഇറ്റേണൽ സെക്യൂരിറ്റി, അവർ സാൽവേഷൻ, അവർ റിഡംഷൻ, അവർ ഫ്രീഡം. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി 3 തരംതിരിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ക്രൂശ് നമ്മുടെ ബില്ല് കൊടുത്തു തീർക്കുന്ന ഒരിടമായിട്ട് മാറി. അതിനായി അവിടുത്തേക്ക് സ്തോത്രം. അതിനാൽ ഇനിയും നാം കടക്കാരല്ല എന്ന് പറഞ്ഞൊഴിയാൻ പറ്റത്തില്ല. ഒത്തിരി പേരോട് ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ബാധ്യതകളെല്ലാം മാറി. ഇന്ന് നമുക്ക് വല്ല ബാധ്യതയുമുണ്ടെങ്കിൽ ഒരിടത്ത് മാത്രമേ ഉള്ളൂ, ഒരുവനോട് മാത്രമേ ഉള്ളൂ. വേറെ ആരോടും നമുക്കൊരു കൊടുക്കൽ വാങ്ങലുകളുമില്ല. ഇന്ന് നമുക്ക് വല്ല കടവുമുണ്ടെങ്കിൽ, ബാധ്യതയുമുണ്ടെങ്കിൽ ആരോട് മാത്രമേ ഉള്ളൂ? സ്തോത്രം. താത്വികമായിട്ട് പറഞ്ഞാൽ, ഫിലോസഫിക്കലി സ്പീക്കിംഗ്, ടു ദ വൺ who paid all our bills and made us totally free. സ്തോത്രം. നമ്മുടെ മുഴുവൻ കടങ്ങളും കൊടുത്തു തീർത്ത് നമ്മെ സ്വതന്ത്രരാക്കിയ യാതൊരുവനാണോ ഉള്ളത്, അവനോട് മാത്രമേ നമുക്ക് ഇനി കടപ്പാടുകൾ ഉള്ളൂ. സ്തോത്രം. വേറെ ആരോടും, വേറെ ഒന്നിനോടും നമുക്കൊരു ബാധ്യതയും ഇല്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ, we are no more legitimately obliged to anyone but Christ and him alone. സ്തോത്രം. കാരണം മറ്റാരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
സ്തോത്രം. അത് നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ ശ്വാസത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനോട് കടപ്പാടുള്ളവരായി മുൻപോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. We are obliged only to Christ and Him alone. സ്തോത്രം. ആ അനുഭവങ്ങൾക്കായി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത് എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം. നമ്മൾ ഇന്നലെ നോക്കിയത് 9-ാമത്തെ വാക്യമായിരുന്നു. നമ്മൾ യേശുവിനെ കാണുന്നു, ബ്ലെപ്പോ എന്ന ആ ഒരു പദമായിരുന്നു നോക്കിയത്. സ്തോത്രം. The hope of the first Adam is in seeing the last Adam. നഷ്ടപ്പെട്ട ഒന്നാമത്തെ ആദാമിന് ഏക പ്രത്യാശ എന്ന് പറയുന്നത് ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനെ കാണുക, നോക്കുക എന്നത് തന്നെയാണ്. There is no other hope for the lost man other than looking unto the victor man, Jesus Christ. പരാജിതനായ മനുഷ്യന് ഏക പ്രതീക്ഷയും പ്രത്യാശയും എന്നുള്ളത് ജയാളിയായ യേശുവിനെ നോക്കുക എന്നത് മാത്രമാണ്. സ്തോത്രം. മനുഷ്യപുത്രന്മാരായ നമുക്കുള്ള ഏക പ്രത്യാശ സാക്ഷാൽ മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന ദൈവപുത്രനെ നോക്കുക എന്നത് മാത്രമാണ്, അല്ലെങ്കിൽ കാണുക എന്നത് മാത്രമാണ്. സ്തോത്രം. മഹത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ ഏക പ്രത്യാശ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായ മശിഹായെ കാണുക, നോക്കുക എന്നത് തന്നെ. സ്തോത്രം. നമുക്കും അതുകൊണ്ട് യേശുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ, നോക്കേണ്ടതുപോലെ നോക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമ്മൾ ചോദ്യങ്ങൾക്ക് അവസരങ്ങൾ നൽകിയാണ് നിർത്തിയതെങ്കിലും അതിനുശേഷവും വല്ല ചോദ്യവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കാം. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. സ്തോത്രം. ഇന്നലെ ഞാൻ പങ്കുവച്ച ഒരു ജീവിതാനുഭവം ഉണ്ടായിരുന്നു. ഡോക്ടർ പോൾ യോങ്കിച്ചോയുമായി ബന്ധപ്പെട്ട അത് കേട്ട ഒരാൾ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അവരുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം മനുഷ്യരൂപത്തിലിറങ്ങി, ദൂതനാണോ കർത്താവാണോ എന്നൊന്നും അറിയത്തില്ല, അവരെ മരണകരമായ അവസ്ഥകളിൽ നിന്നും രക്ഷിച്ചതായിട്ട്. സ്തോത്രം. പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ദൈവം നമ്മെ നടത്തുന്ന എല്ലാവിധമായ അനുഭവങ്ങൾക്കായും വഴികൾക്കായും ദൈവത്തിന് സ്തോത്രം. എന്നാൽ അനുഭവങ്ങൾ പലതും ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരിക്കും. അതൊന്നും
ഉപദേശമാക്കരുത് എന്ന് മാത്രം. ആവർത്തിക്കുന്നു, അനുഭവങ്ങൾ പലതും ഒറ്റപ്പെട്ട അന്നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവം ചെയ്യുന്നതാകാം. അതൊരു പൊതു തത്വമായിട്ട് കാണരുത്. ഒരാളിൻ്റെ അനുഭവം മറ്റൊരാൾക്കുണ്ടാകണമെന്നും ഇല്ല. ഒരിക്കൽ എനിക്കുണ്ടായ അനുഭവം ആവർത്തിക്കപ്പെടണമെന്നും ഇല്ല. ആ ഒരു തിരിച്ചറിവില്ലാതെ വരുമ്പോഴാണ് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവുക. രോഗസൗഖ്യവും അത്ഭുതങ്ങളും ഒക്കെ കൊണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. ആ ഒരു അത്ഭുതത്തോടെയാണ് അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നത്. അതുകൊണ്ട് മിക്കപ്പോഴും അവർ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കും. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും ഒന്നും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പതിയെ പതിയെ പിന്മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. അത് പാടില്ല. ഒരുപക്ഷേ അത്ഭുതങ്ങളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ഒക്കെ ആകാം നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത്. പക്ഷേ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അത് തന്നെയാകരുത് നമ്മുടെ അടിസ്ഥാനം. മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. വേദപുസ്തകത്തിൽ തന്നെ പ്രത്യേകിച്ച് കത്തോലിക്ക, യാക്കോബായ, ഓർത്തഡോക്സ് വിഭാഗങ്ങൾ മരിച്ചുപോയ സഹദാമാര്, വിശുദ്ധന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്നതും മറ്റുമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. അതിനവർ ആധാരമായിട്ടെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എലീശയുടെ കല്ലറയിൽ, ഇന്ന് നമ്മൾ കല്ലറ എന്ന് പറയുന്നു, എലീശയെ അടക്കിയ കുഴിയിൽ മറ്റുള്ളവർ അന്നേരത്തെ വല്ലാത്ത സാഹചര്യം നിമിത്തം ഇട്ടിട്ട് പോയ മനുഷ്യൻ എലീശയുടെ അസ്ഥികളിൽ തൊട്ടപ്പോൾ ജീവിച്ചെഴുന്നേറ്റു എന്നതാണ്. നിഷേധിക്കാൻ കഴിയാത്ത വേദപുസ്തകത്തിൽ ഒരു അത്ഭുതമാണത്. പക്ഷേ അതൊരു ഉപദേശമല്ല. പക്ഷേ അവരതിനെ ഉപദേശമാക്കി. വിശുദ്ധനായിരുന്ന എലീശയുടെ കല്ലറയ്ക്കകത്ത് നിന്ന് ശക്തി പുറപ്പെട്ടു. അതുകൊണ്ട് സഭ വിശുദ്ധന്മാരെന്ന് പറയുന്ന ശ്ലീഹന്മാർ, ശ്ലീബന്മാർ, സഹദമാർ, ഇവരുടെയൊക്കെ കല്ലറകൾക്ക് അഭൂതപൂർവകമായ അല്ലെങ്കിൽ പ്രകൃത്യാതീതമായ ശക്തിയുണ്ട്, അത്ഭുതസിദ്ധിയുണ്ട് എന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു, കല്ലറകളിൽ പോകുന്നു, ഒക്കെ ചെയ്യുന്നു. കാരണം ഏതൊരു കൾട്ട് എടുത്താലും, ഏതൊരു ദുരുപദേശ സംഘത്തെ എടുത്താലും അവരുടെയൊക്കെ ഉപദേശം സ്ഥാപിക്കുന്നതിന് ബൈബിളിൽ നിന്ന് ഒരു മുറിവാക്യമെങ്കിലും കിട്ടാതിരിക്കത്തില്ല. പക്ഷേ വേദപുസ്തക വ്യാഖ്യാനത്തിൻ്റെ പൊതുവായ നിയമങ്ങൾ, തത്വങ്ങൾ, രീതികൾ തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു പ്രധാന സംഗതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ, ചില അത്ഭുതങ്ങൾ ദൈവം ആർക്കെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമുക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എപ്പോഴും ദൈവം അത് ആവർത്തിക്കണമെന്നില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല. അങ്ങനെയുള്ളത് ഒരു കാലത്തും മാറ്റമില്ലാത്തതും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായതും ആയിട്ടുള്ളത് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു വസ്തുത നാം അറിയാതെ ഇരിക്കരുത് എന്ന് വിശേഷാൽ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ? സ്തോത്രം.
മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, വേദപുസ്തകത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വസ്തുത. നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 3 പ്രാവശ്യം പ്രധാനമായും പൗലോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒന്നാമത്തേത് അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിലാണ്, ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ. രണ്ടാമത്തേത് യെരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു, പല വഴികളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ഒടുവിൽ റോമിലെത്തി. അദ്ദേഹം കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി. റോമിലെ കാരാഗ്രഹവാസം അത് അപ്പോസ്തലപ്രവൃത്തികൾ അവസാനത്തെ അധ്യായങ്ങളിലാണ്, ഏതാണ്ട് 20 തൊട്ട് 28 വരെയുള്ള അധ്യായങ്ങളിൽ. മൂന്നാമത്തേത് വീണ്ടും റോമിൽ തന്നെയാണ് താൻ ജയിലിലായത്. അതിനെ സെക്കൻഡ് റോമൻ ഇംപ്രിസൺമെന്റ് എന്ന് വിളിക്കുന്നു. റോമിലെ രണ്ടാമത്തെ കാരാഗ്രഹവാസം പൗലോസിൻ്റെത്. എത്ര നാൾ നീണ്ടുവന്ന വലിയ നമുക്ക് പിടുത്തമില്ല. ചരിത്രരേഖകൾ അതിനെക്കുറിച്ചില്ല അപ്പോസ്തലപ്രവൃത്തികളിലേതുപോലെ. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് സൂചനയുള്ളത് തിമോത്തിയോസിനുള്ള 2-ാമത്തെ ലേഖനത്തിലാണ്, സെക്കൻഡ് തിമോത്തി. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാരാഗ്രഹവാസങ്ങൾ പൗലോസ് അനുഭവിച്ചു. ഒന്ന് ഫിലിപ്പിയിൽ, 2-ാമത്തെയും 3-ാമത്തേതും റോമിലും. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തികൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 16-ാമത്തെ അധ്യായത്തിൽ പൗലോസും ശീലാസും 24 മണിക്കൂർ പോലും തികഞ്ഞില്ല. 12 മണിക്കൂറും തികഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമാണ്. പകല് അടിയും ഇടിയും ഒക്കെ ആയിരുന്നു. പിന്നെ സന്ധ്യക്കെങ്ങാനും ആയിരിക്കും വലിച്ചടിച്ച് കൊണ്ടുപോയി ജയിലിലിട്ടത്. 24 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് അത്ഭുതകരമായി പൗലോസും ശീലാസും വിടുവിക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. വലിയ അത്ഭുതം നടന്നു. വേറെയും ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ ജയിലിലുണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അതൊന്നും പക്ഷെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അനേകർ രക്ഷിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. ഭയങ്കര സ്വീകരണം സഭയ്ക്കകത്തും പുറത്തും, രാഷ്ട്രീയക്കാരും മതനേതാക്കളും ഒക്കെ. ഭയങ്കര അത്ഭുതം. എന്നാൽ ഇതേ പൗലോസിനെ യെരുശലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പല നാളുകളിലെ പലയിടത്തുകൂടെയുള്ള വിസ്താരങ്ങളും ഒക്കെ കഴിച്ച് ഒടുവിൽ റോമിൽ കൊണ്ടുവന്നു. റോമിലും 2 വർഷം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുവെന്ന് അപ്പോസ്തലപ്രവൃത്തികൾ അവസാന അധ്യായം അവസാന വാക്യം വെളിപ്പെടുത്തുന്നു. ഫിലിപ്പിയിലെ പോലെ പെട്ടെന്നൊരു അത്ഭുതമൊന്നും ദൈവം ചെയ്ത് കാരാഗ്രഹത്തിന്റെ അടിത്തറയൊക്കെ കുലുക്കി റോമൻ കാരാഗ്രഹത്തിൽ നിന്നും പൗലോസിനെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നില്ല. അതേ പൗലോസ്, അതേ ഭക്തി, അതേ വിശ്വാസം, അതേ വിശുദ്ധ ജീവിതം, അതേ തീക്ഷ്ണത. പക്ഷേ ദൈവം 2 സന്ദർഭങ്ങളിലും 2ആയിട്ടാണ് പ്രവർത്തിച്ചത്. അത് പൗലോസിന്റെ വിശ്വാസത്തിനും ശുശ്രൂഷയ്ക്കും ഒന്നും ഒരു തടസ്സവുമായിരുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം 2-ാം കാരാഗ്രഹവാസം റോമിൽ ഫിലിപ്പിയിലെ പോലെ അത്ഭുതം വല്ലതും ചെയ്തോ ദൈവം അവിടെ? ഇല്ല. 1-ാം കാരാഗ്രഹവാസത്തിലേതുപോലെ പൗലോസിന് അകമ്പടി പട്ടാളത്തെ കൊണ്ട് വല്ല കരുണയും തോന്നിപ്പിച്ചോ? ഇല്ല. 1-ാം റോമൻ കാരാഗ്രഹവാസത്തിൽ നിന്ന് പൗലോസ് കുറെ ലേഖനങ്ങളൊക്കെ എഴുതി. പലരും കൂടെ വന്ന് താമസിച്ചു. റോമൻ പട്ടാളക്കാർ വരെ പലരും രക്ഷിക്കപ്പെട്ടു. പക്ഷേ 2-ാം കാരാഗ്രഹവാസത്തിലോ
ഇതൊന്നും സംഭവിച്ചില്ല. പകരം പൗലോസിന്റെ ശിരച്ഛേദമാണ് സംഭവിച്ചത്. പൗലോസിന്റെ കഴുത്ത് വെട്ടി. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ, ഇതാ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു. നോക്കണേ, ഒരേ പൗലോസ് തൻ്റെ ജീവിത നാളുകൾ പിന്നിട്ടപ്പോഴൊക്കെ കർത്താവിനോടുള്ള ഭക്തിയും സമർപ്പണവും വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പ്രാർത്ഥനാ ജീവിതം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ദൈവം പ്രവർത്തിച്ചത് തികച്ചും വ്യത്യസ്തമായി. ഒരു രീതിയിൽ ഒരിക്കൽ മാത്രമേ ദൈവം ഇടപെട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും ദൈവവചനത്തിനോ ഉപദേശത്തിനോ പകരമുള്ളതല്ല. ആ ഒരു വ്യത്യാസം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സ്തോത്രം. ആ ഭാഗം അങ്ങനെയെങ്കിൽ വിടാമല്ലോ നമുക്ക്. സ്തോത്രം. ഇപ്പൊ നമ്മള് ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത്, ശനിയാഴ്ചയും ഇന്നലെയുമായി നമ്മൾ കണ്ടത്, യേശുവിനെ കാണുന്നു, യേശുവിനെ കാണുക, യേശുവിനെ നോക്കുക എന്നൊക്കെയുള്ള വസ്തുതകളായിരുന്നു. സ്തോത്രം. ഒന്നും കൂടെ നമുക്ക് 9-ാമത്തെ വാക്യം വായിക്കാം. എങ്കിലും ദൈവകൃപയ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. യേശുവിനെ നോക്കുക, യേശുവിനെ കാണുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ചിന്തിച്ചു വന്നത്. ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു, യേശു കർത്താവ് സ്വയം നിക്കോദീമോസിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന്. പിന്നീട് ഏതാണ്ട് അതേ വിഷയങ്ങൾ 12-ാമത്തെ അധ്യായത്തിൽ നിന്നും യേശു കർത്താവ് സ്വയം പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. സ്തോത്രം. എന്തായിരുന്നെന്ന് ഓർമ്മയുണ്ടല്ലോ? യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ വായിച്ചു അതിൻ്റെ 14-ാമത്തെ വാക്യം. ജോൺ 3:14. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഉയർത്തേണ്ടതാകുന്നു. ഇംഗ്ലീഷിലും കൂടെ ഒന്ന് വായിക്കാമോ വാക്യം? ജോൺ 3:14. Just And as as Moses. No, please read. And as Moses lifted up the serpent in the wilderness, so must the Son of Man be lifted up. So must. So must. മലയാളത്തിൽ ആ മസ്റ്റ് അത്ര ഊന്നിയല്ല കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നമ്മളൊന്ന് നോക്കിയത്. ഉയർത്തേണ്ടതാകുന്നു.
so must the Son of Man be lifted up. അവിടെ വളരെ നിർബന്ധപൂർവമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് മനുഷ്യപുത്രനെ ഉയർത്തുക എന്നത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മസ്റ്റ്, DEI, ഡെയ് എന്നൊരു പദമാണ് അവിടെ ഉള്ളത്. അതിന്റെ മൂലവാക്ക് ഡിയോ, DEO എന്നുള്ളതാണ്. ഈ ഡെയ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം under the necessity of happening or which must necessarily take place. It is an unavoidable occurrence. It is very necessary to take place. സംഭവിച്ചേ തീരൂ എന്ന തീർപ്പുള്ള വസ്തുത, സംഭവിക്കാതിരിക്കുവാൻ ഒരിക്കലും പറ്റില്ലാത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും നടന്നിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണത്? എന്താണത്? The Son of Man must be lifted up. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. മസ്റ്റ്. നമ്മളൊക്കെ പറയാറില്ലേ, മസ്റ്റ് ആണോ അത്? കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കുന്ന കാര്യം പറയുമ്പം പപ്പ നാളെയാ ഫീസ് കൊടുക്കണ്ട കേട്ടോ, മസ്റ്റ് ആണോടാ മോനെ? അങ്ങനെ പല കാര്യങ്ങളും എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇസ് ഇറ്റ് മസ്റ്റ്, ഇസ് ഇറ്റ് നെസസറി, there any loophole to escape or to avoid, or is it very strictly be followed? നിർബന്ധമായും ഒഴികഴിവില്ലാതെ ചെയ്തേ പറ്റൂ, സംഭവിച്ചേ പറ്റൂ എന്നുള്ളതിനെയാണ് ഇവിടെ പറയുന്നത്. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, ഉയർത്തേണ്ടതാകുന്നു. സ്തോത്രം. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. പഠനാർത്ഥം അതൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പഠനം തുടരാം. ഇവിടെ നമ്മൾ ഈ ഭാഗം എടുക്കുന്നത് മനസ്സിലാവുന്നല്ലോ, കണക്ട് ചെയ്യാൻ പ്രയാസമില്ലല്ലോ. യേശുവിനെ നമുക്ക് നോക്കണം, യേശുവിനെ നമുക്ക് കാണണം. സ്തോത്രം. ആ കാര്യമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതിന് ദൈവം എന്തു ചെയ്തിരിക്കുന്നു? God has elevated Jesus to a higher place that everybody should look upon. എല്ലാവർക്കും കാണത്തക്കതുപോലെയും എല്ലാവർക്കും നോക്കത്തക്കതുപോലെയും യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. നമ്മളെ ശനിയാഴ്ച കണ്ട ഒരു കാര്യമാണ് ഉയർത്തുക എന്നുള്ളത്. ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റിംഗ് അപ്പ്, ഹ്യൂപ്സു, HUPSO, ഹൂപ്സു. ഈ ഹൂപ്സുവിനുള്ള രണ്ടർത്ഥങ്ങൾ നമ്മൾ ശനിയാഴ്ച കണ്ടായിരുന്നു. സ്തോത്രം. ഒന്ന് അക്ഷരീയമായിട്ടുള്ള അർത്ഥമാണ് എലിവേറ്റ് ചെയ്യുക, ഇപ്പോൾ പറഞ്ഞതുപോലെ ഉയർത്തുക എന്ന അർത്ഥം.
പൊക്കുക, ഉയർത്തുക, നിലത്ത് നിന്നും എലിവേറ്റ് ചെയ്യുക. യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് ആ അർത്ഥം പൂർണ്ണമാകുന്നു. യേശുവിനെ ക്രൂശിൽ ഉയർത്തുക മാത്രമല്ല, ഇപ്പോഴും യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സുവിശേഷകന്മാരിലൂടെയും ദൈവസഭയിലൂടെയും. എന്തിനേറെ എതിരാളികളിലൂടെയും ക്രിസ്തുവിരോധികളിലൂടെയും. അല്ലാത്ത ഒരു രീതിയിലൂടെ യേശുവിനെ പറ്റി പറയാൻ ഒക്കാത്തവരോട് യേശുവിനെക്കുറിച്ച് പറയാനുള്ള അവസരമാണ് ഉപദ്രവങ്ങളിലൂടെ ദൈവം നമുക്ക് ഒരുക്കി തരുന്നത്. മനസ്സിലായോ? God is opening ways to share the gospel, lifting up Jesus among those people otherwise we could not do it to. As some police officers, advocates, magistrates, prisoners, political leaders, anti-Christians. സ്തോത്രം. കേരളത്തിൽ ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം കുറച്ച് സുവിശേഷ വിരോധികളും പോലീസുകാരും ഒക്കെ അദ്ദേഹത്തെ പിടിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയതൊന്ന് തീർത്തോട്ടെ, എനിക്കതിനൊരു അവസരം തരണമെന്ന് പറഞ്ഞു. കേരളത്തിലായതുകൊണ്ട് ഒരു പക്ഷേ നടന്നു കാണും. പറഞ്ഞു, ശരി, നിങ്ങൾ പറഞ്ഞു തീർക്ക. അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ടിയിരുന്ന സമയം മുഴുവനും വളരെ നന്നായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവർക്കും കൂടെ മനസ്സിലാകുന്നത് പോലെ പറഞ്ഞു. കാരണം ഈ പോലീസുകാരും ക്രിസ്തുവിരോധികളും ചെന്ന് നിൽക്കുന്നത് കൊണ്ട് വളരെ കൂർമ്മബുദ്ധിയോടെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും വാക്കിൽ ഈ പുള്ളിയെ കൊടുക്കാമോ എന്നറിയാൻ. അത്രയ്ക്ക് വിശ്വാസികളെക്കാൾ ശ്രദ്ധയോടെ കേട്ടത് ഇവരാ. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയോ പറയുകയോ ചോദിക്കുകയോ ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ പോയാൽ, ഈ കഴിഞ്ഞ ദിവസം യുപിയിലാണെന്നൊരു ദേവദാസനെ കുറിച്ച് ഞാൻ കേട്ടു. നേരത്തെയും കേട്ടിരുന്നു, കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളുടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിൽ വെച്ചും ഇങ്ങനെ പറഞ്ഞു. ഒരു ദേവദാസനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അദ്ദേഹം ഭയങ്കര സന്തോഷം. ജയിലിനകത്ത് അദ്ദേഹം പലരെ സ്നാനപ്പെടുത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ജയിലിനകത്ത് ഈ പുള്ളിയെ ഓരോ സെല്ലിൽ നിന്നും മാറ്റി 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 കൊണ്ടിടും. അതെല്ലാം പുള്ളിക്ക് ഓരോ പുതിയ മിഷൻ ഫീൽഡുകളാണ്. എല്ലാവരോടും കർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പോ ജയിലിൽ പോകാതെ അവിടെ കിടക്കുന്ന ജയിൽ പുള്ളികളോട് നമുക്ക് സുവിശേഷം അറിയിക്കാൻ പറ്റില്ല. സ്തോത്രം. ദൈവം അതിന് അവസരങ്ങൾ തരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞത്, നിങ്ങളെ പിടിച്ച് ന്യായാധിപ സംഘത്തിലൊക്കെ കൊണ്ടു നിർത്തുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്. അവിടെ പറയേണ്ടതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. ധൈര്യമായിട്ട് പറയാം. പൗലോസിന്റെ ജയിൽവാസത്തെക്കുറിച്ച് റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് പറഞ്ഞത് അതുകൊണ്ടാ, നീ മറ്റുള്ളിടത്തൊക്കെ എന്നെക്കുറിച്ച് സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷിക്കേണ്ടതാണ്, കൈസരിയിൽ സാക്ഷിക്കേണ്ടതാ. കൈസറുടെ അരമനയിൽ നീ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാനുള്ളവനാ. നിന്നെ ഞാൻ അതിനങ്ങോട്ട് വിടുന്നേ. അതുകൊണ്ടാണ് ഫിലിപ്പിയിലെ പോലെ ഒരു അത്ഭുതം ചെയ്ത് ആദ്യത്തെ ദിവസം തന്നെ പൗലോസിനെ കാരാഗൃഹത്തിൽ നിന്നും മുക്തനാക്കാതിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പറഞ്ഞു വന്നതിൻ്റെ സാരം,
lifting up Jesus. In two ways, literally, Christ is lifted up. Literally, in two ways, Christ is lifted up. First of all, on the cross, Jesus was elevated from the earth. He was hanging between the heavens and the earth, between two criminals, between God and man, between two testaments. Praise God. യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതാകുന്നു. ആദ്യത്തെ രണ്ടെണ്ണം അക്ഷരീയമായിട്ടുള്ള അർത്ഥത്തിലാണ് യേശുവിനെ ഉയർത്തുന്നത്. ഒന്ന്, ക്രൂശിൽ യേശുക്രിസ്തുവിനെ ഉയർത്തിയത്. രണ്ട്, ഇന്ന് പ്രസംഗങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കേസ് വിസ്താരത്തിലൂടെയും കോടതി വിസ്താരത്തിലൂടെയും ഒക്കെ യേശുക്രിസ്തുവിനെ ജനത്തിന്റെ മുമ്പിൽ ഉയർത്തുന്നത്. ഇത് രണ്ടും അക്ഷരീയമായിട്ടുള്ളതാണ്. ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശുവിനെ 3 ആണികളിൽ തൂക്കി. 3 or 4 ആണികളാകാം കേട്ടോ. 3 ആണികളെന്ന് നമ്മളങ്ങ് പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ. അല്ല, ഇനി 2 ആണിയായാലും ആകാം. കാരണം ചില ക്രോസുകൾ ഇങ്ങനെയാ. കൈകൾ രണ്ടും ഒരുമിച്ച് തലയുടെ മുകളിൽ വെച്ചിട്ട് ഒറ്റയാണി, കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് ഒറ്റയാണി. അങ്ങനെ 2 ആണികളാണ് അങ്ങനെയുള്ളവരെ തൂക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ 3 ആണികളെന്ന് നമ്മൾ ഇന്ന് കാണുന്ന ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ് പറയാറുള്ളത്. 2 കൈകളിലും വേറെ വേറെയും 2 കാലുകളും കൂടെ ഒരുമിച്ച് വെച്ച് ഒരാണി കൊണ്ടും, അങ്ങനെ 3 ആണികൾ എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നത് കൈകൾ രണ്ടും വലിച്ചു വെച്ച് ക്രൂശിച്ചതുപോലെ അല്ലെങ്കിൽ ആണിയടിക്കുന്നത് പോലെ തന്നെ 2 കാലുകളും ചേർത്തു വയ്ക്കാതെ വേറെ വേറെ ആയിട്ട് അല്പം അകത്തി വെച്ചും ആണിയടിക്കാറുണ്ട്. ഇതെല്ലാം അക്കാലത്തെ ക്രൂശീകരണ രീതികളായിരുന്നു. ഇതിലേത് രീതിയിലാണ് യേശുവിനെ ക്രൂശിച്ചതെന്ന് നമുക്ക് വ്യക്തമായ സൂചനയില്ല. യേശുവിനെ ക്രൂശിച്ച സമയത്തെ കല്ലറകളും മറ്റും പുരാവസ്തു ഗവേഷകർ, എക്സ്കവേറ്റേഴ്സ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് കണ്ട് അങ്ങനെ ക്രൂശിക്കപ്പെട്ട് അടക്കം ചെയ്തവരുടെ ശരീരങ്ങളെ, അസ്ഥികൂടങ്ങളെ ഒക്കെ എടുത്ത് പഠിച്ചതിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആശയങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി യേശുവിനെ എങ്ങനെ ക്രൂശിച്ചെന്ന് വന്നാലും അതൊന്നും നമുക്കൊരു വിഷയമല്ല. 3 ആണിയോ 2 ആണിയോ 4 ആണിയോ ഒരു വിഷയമേ അല്ല. യേശുവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ വിഷയം. സ്തോത്രം. കൈകാലുകൾ തുളയ്ക്കപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ മിനിയാന്ന് കണ്ടിരുന്നല്ലോ 22-ാം സങ്കീർത്തനത്തിൽ നിന്നും. എങ്ങനെയുമാകട്ടെ, അങ്ങനെ യേശുവിനെ ക്രൂശിച്ചതിലൂടെ എന്ത് സംഭവിച്ചിരിക്കുന്നു? യേശുവിനെ ഉയർത്തി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ, 2 കള്ളന്മാരുടെ നടുവിൽ, കാലത്തിനും കാലത്തിനും നടുവിൽ, സ്തോത്രം, 2 നിയമങ്ങൾക്ക് നടുവിൽ, സ്തോത്രം, യേശു ഉയർത്തപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു. യേശുവിനെ ക്രൂശിച്ചത് മലയുടെ മുകളിലാണ്, ക്രൂശിന്റെയും മുകളിലാണ്. അത് യേശുവിനെ ഉയർത്തുന്നതിനോട് അക്ഷരീയമായി താദാത്മ്യപ്പെടുന്നു. സ്തോത്രം.
രണ്ടാമത്തെ അക്ഷരീയ ഉയർത്തലാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോയിടത്തും ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. അത് കോടതിയിലാകാം, പോലീസ് സ്റ്റേഷനിലാകാം, ചന്തസ്ഥലത്താകാം, സുവിശേഷ വിരോധികൾ നമ്മളെ വളയുമ്പോഴാകാം, യേശുവിനെ ഉപേക്ഷിക്കാൻ അവർ ആക്രോശിക്കുമ്പോഴാകാം, നമ്മൾ യേശുവിനെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ഉയർത്തുന്നു. മറ്റൊരു എലിവേഷനാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ എക്സോൾട്ടേഷൻ, യേശുക്രിസ്തുവിനെ ഉയർത്തി. എഫേസ്യർ 1-20 മുതൽക്കുള്ള വാക്യങ്ങളിലും ഫിലിപ്പിയർ 2-9 മുതൽക്കുള്ള വാക്യങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത്. അതെല്ലാം നമ്മൾ വായിച്ചതും പഠിച്ചതുമാകൊണ്ട് അതൊന്നും ആവർത്തിച്ച് വായിപ്പിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ഈ 3 അർത്ഥങ്ങളിലും യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. യേശു ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് എ മസ്റ്റ്. അങ്ങനെ ഉയർത്തപ്പെട്ടേ മതിയാകൂ. അത് ദൈവത്തിൻ്റെ ഓർഡറാണ്, കൽപ്പനയാണ്. അത് ദൈവത്തിൻ്റെ നിയമനമാണ്. മാറിക്കൂടാ. സ്തോത്രം. മാറിക്കൂടാ. അതാണ് ഡെയ്, നിർബന്ധപൂർവമായും സംഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നത്. സ്തോത്രം. യേശുവിനെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ 3:14 യോഹന്നാന്റെ സുവിശേഷത്തിൽ. 8:26 നോക്കുമോ? 8:26 ജോൺ. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലോ? I have much to say about you and much to judge. ഇതാണോ? 8:26. 28. 28. So Jesus said to them, when you have lifted up the Son of Man, then you will know that I am He, and that I do nothing on my own authority. Enough. മലയാളത്തിലും 28 തന്നെയാണോ? അതെ. ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം 12:32 12:32 ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ 34 ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത്, നീ പറയുന്നത് എങ്ങനെ ഉയർത്തപ്പെടേണ്ടതെന്ന് കണ്ടോ? യേശുവിനെ ഉയർത്തുന്നതിനെ കുറിച്ച്, ഉയർത്തുക, ബീങ് ലിഫ്റ്റഡ് അപ്പ് ദ സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ യേശുവിൻ്റെ ക്രൂശീകരണമായി പറഞ്ഞിരിക്കുന്ന 4 ഭാഗങ്ങളാണ്, 4 പ്രാവശ്യത്തെ പ്രഖ്യാപനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. യോഹന്നാൻ 3:14, 8:28, 12:32, 34. ഇവിടെയെല്ലാം യേശുവിനെ ഉയർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. ക്രൂശീകരണത്തെക്കുറിച്ച്. യേശു കർത്താവ് ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. 12-ാമത്തെ അധ്യായം തന്നെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ. സ്തോത്രം.
അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി കർത്താവ് പറയുന്നത് തേജസ്കരണം എന്ന നിലയിലാണ്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അവിടെ പറയുന്ന തേജസ്കരണവും ക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. That means the crucifixion of Jesus was Christ's glorification. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. നോ ക്രോസ്, നോ ക്രൗൺ. നോ ക്രോസ്, നോ ഗ്ലോറി. Without affliction, no exaltation. സ്തോത്രം. അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാൽ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടാമെന്ന് നമ്മൾ റോമർ 8 നിന്നും വായിച്ച് പഠിച്ചത് ഓർക്കുമല്ലോ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നത് കർത്താവിൻ്റെ മഹത്വീകരണമാണ്. അത് നമ്മൾ കണ്ടു. സ്തോത്രം. സംഭവിച്ചേ പറ്റൂ. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 33 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും നമ്മളന്ന് പറഞ്ഞു വിട്ടതാണ്. ഈ യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ തന്നെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിന്നെ അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു. എന്നിട്ട് 33 തൊട്ട് അത് തന്നെയാ പറയുന്നത്. വായിച്ചു മുമ്പോട്ടെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് ആരോഹണം ചെയ്തു. എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. എന്നിട്ട് ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ആരോഹണം ചെയ്തു. ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വഴി ക്രിസ്തുവിന്റെ തേജസ്കരണമാണ്. യോഹന്നാൻ 12 യേശുവിന്റെ ക്രൂശീകരണം തന്നെ അവന്റെ തേജസ്കരണമാണ്. ഇവിടങ്ങളിലൊക്കെ ക്രൂശീകരണത്തിലൂടെ യേശുക്രിസ്തുവിന്റെ മഹത്വീകരണവും. ഇവയെക്കുറിച്ചാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. തിരികെ നമുക്ക് പോകാം. They must be lifted up. ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ദൈവനിർണയങ്ങളാണ്. ഈ നിർണയം ഒന്നോ സംഭവിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് പത്രോസ് സ്വകാര്യമായിട്ട് വിളിച്ച് കർത്താവിന്റെ ചെവിയിൽ പറഞ്ഞത്. അപ്പോഴാ സ്വകാര്യമായി പറഞ്ഞതിന് യേശു പരസ്യമായി ശാസിച്ചതും. സംഭവിക്കണമെന്ന് ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് സംഭവിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളാണ്. സ്തോത്രം. അങ്ങനെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്ന മസ്റ്റ്, സംഭവിച്ചേ പറ്റൂ എന്നുള്ള ചില ഭാഗങ്ങൾ കൂടെ നോക്കി നമുക്കങ്ങ് നിർത്താം. അതിൻ്റെ ഒന്നും വ്യാഖ്യാനത്തിന് മുതിരുന്നില്ല, എന്നാൽ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ.
യോഹന്നാന്റെ സുവിശേഷം 3:14 നമ്മൾ വായിച്ചു, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. സൺ ഓഫ് മാൻ മസ്റ്റ് ബി ലിഫ്റ്റഡ് അപ്പ്. 7-ാമത്തെ വാക്യം 3:7. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. മസ്റ്റ് ബി ബോൺ അഗെയിൻ. വീണ്ടും ജനനം എന്നതും നിർബന്ധമായും കണിശമായും സംഭവിക്കേണ്ടതാണ്. വീണ്ടും ജനനം, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ബട്ട് വെരി mandatory. It is a strict obligation, not an option. സ്തോത്രം. വീണ്ടും ജനനം, വീണ്ടും ജനിച്ചേ പറ്റൂ. മറ്റൊന്ന് 3 തന്നെ 30. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞു. സ്തോത്രം. He must increase, I must decrease. ക്രിസ്തു നമ്മിൽ വളർന്നേ ഉയർന്നേ മഹത്വീകരിക്കപ്പെട്ടേ പറ്റൂ. നമ്മൾ ദിനം തോറും താണുകൊണ്ടുമിരിക്കണം. സ്തോത്രം. We must be decreased. Christ must be increased in us. 4:4, 4:4. വേഗത്തിൽ ഒന്ന് വായിച്ചു വിട്ടോ. And he must needs go through Samaria. ക്ലിയർ ആയില്ല. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതിന് അങ്ങനെ അവൻ സുവാർത്ത പോകേണ്ടതിനാണോ പോകേണ്ടി വന്നു എന്നാണോ? പോകേണ്ടി വന്നു. പോകേണ്ടി വന്നു. It was necessary for Yes. him to go through Yes. Samaria. Necessary. It was necessary for him to go through Samaria. ക്രിസ്തുവിന് ശമര്യയിലൂടെ പോകേണ്ടി വന്നു. അബദ്ധത്തിൽ വന്നു എന്ന ഒരു ധ്വനി ഒരുപക്ഷെ മലയാളത്തിൽ തോന്നിയേക്കാം. പോകേണ്ടി വന്നു, അങ്ങനെയുള്ളതല്ല. പോകേണമായിരുന്നു, കണിശമായും പോകേണ്ടതായിരുന്നു. സ്തോത്രം. 24, 4:24. അത് ദൈവം നമുക്കറിയാവുന്ന വാക്യം. ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. Those who worship him must worship him in spirit and in truth. നമ്മൾ പലപ്പോഴും ഈ വാക്യം മലയാളത്തിൽ സത്യത്തിലും ആത്മാവിലും എന്നാണ് പറയാറ്. സത്യത്തിലും ആത്മാവിലും എന്നല്ല, ആത്മാവിലും സത്യത്തിലും എന്ന. ഇനിയും വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചു, സ്വയം പറയുന്നത് ശ്രദ്ധിച്ചു. ആത്മാവിലും സത്യത്തിലും. തോ ആരാധന, സത്യാരാധനയുടെ നിർബന്ധപൂർവമായ നിബന്ധനയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി 9:4, 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളയിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ചെയ്യേണ്ടതാകുന്നു. We must work the work of him who sent me. We must work. കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക, നിർബന്ധപൂർവം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് പറയണം?
പ്രയോജനമില്ലാത്ത ദാസൻ. profitable servants. സ്തോത്രം. ഞങ്ങൾ അൺവർതി സെർവൻസ്, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. എന്തുകൊണ്ട്? ഞങ്ങളോട് കൽപ്പിച്ചത് മാത്രം അതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ചെയ്യേണ്ടത് മാത്രം, അങ്ങ് കൽപ്പിച്ചത് മാത്രമേ ചെയ്തുള്ളൂ. We are obliged to obey you, and therefore there is nothing praiseworthy if we have obeyed you. Nothing. സ്തോത്രം. അതാണ് ഇവിടെ പറയുന്നത്. കർത്താവിൻ്റെ വേല ചെയ്തേ പറ്റൂ. നിർബന്ധമാണ്. സ്തോത്രം. 10:16, 10:16. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. സ്തോത്രം. I must bring them also. ഈ തൊഴുത്തിൽ ഉൾപ്പെടാതെ, അത് കർത്താവിൻ്റെ ഉത്തരവാദിത്വമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം. അന്ന് കർത്താവ് അന്നേരം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിയ ജാതിക്ക് പുറത്തു നിന്നും രക്ഷിക്കപ്പെടാനുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ട് വിശേഷാൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് കർത്താവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. സ്തോത്രം ചെയ്യാനുള്ള വകയാണ്. പിന്നെ 12:34 നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. എന്നാലും ഒന്നും കൂടെ വായിച്ചു. 12:34. ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? സ്തോത്രം. യേശു ഉയർത്തപ്പെടണം. നമ്മളിപ്പോൾ അത് കണ്ടായിരുന്നു. ഉയർത്തപ്പെടണം നിർബന്ധപൂർവമായും പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. അവർ ചോദിക്കുകയാണ് അതിനെ സംബന്ധിച്ച്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് മസ്റ്റ് നെസസറി, അൺഅവോയ്ഡബിൾ, ought to എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളൊന്ന് നോക്കിയത്. എബ്രായലേഖനവുമായിട്ട് ഇതിന് നേരിട്ട് ബന്ധമില്ല കേട്ടോ. പക്ഷേ യേശുക്രിസ്തുവിനെ കാണുക എന്ന ഒരു ആശയത്തിൽ നമ്മൾ ഈ ഭാഗങ്ങൾ കൂടെ നോക്കി എന്നേ ഉള്ളൂ. ഈ വചനങ്ങൾ അടിസ്ഥാനത്തിൽ യേശു ഉയർത്തപ്പെടേണ്ടവനായിരുന്നു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനാദി നിർണയമായിരുന്നു. സംഭവിക്കണമെന്ന് ദൈവം കൽപ്പിച്ചാക്കിയത്. നമ്മളത് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 22 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച് തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഉദ്ധരിച്ച വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. പത്രോസിൻ്റെ പശ്ചാത്തലവും ആ പ്രസംഗവും ഒക്കെ കൂടെ വെച്ച് നോക്കിയാൽ പത്രോസിൻ്റെ മേൽ ദൈവം പകർന്ന ദൈവത്തിൻ്റെ കൃപ എത്ര വലുതായിരുന്നെന്ന് ഞാൻ പല സമയത്തും അത്ഭുതപ്പെട്ട് നിൽക്കാറുണ്ട്. അതുപോലെ പത്രോസിൻ്റെ ലേഖനങ്ങളും. പൗലോസിൻ്റേത് എന്നെ അത്ര അത്ഭുതപ്പെടുത്താറില്ല, കാരണം അത്രയ്ക്കും പൗലോസ് വൈഭവമുള്ളവനായിരുന്നു. എന്നാൽ പത്രോസ് അങ്ങനെയായിരുന്നില്ല. സ്തോത്രം. ഇപ്പൊ ദൈവത്തിൻ്റെ സ്ഥിര നിർണയമായിരുന്നു, അനാദി നിർണയമായിരുന്നു യേശുക്രിസ്തു ഭൂമിയിൽ വരണമെന്നും ജഡം ധരിക്കണമെന്നും ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി തീരണമെന്നും ഒക്കെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. എബ്രായർ 2:9 ഒന്നും കൂടെ നമുക്ക് വായിച്ചങ്ങ് നിർത്താം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ. മലയാളത്തിൽ നമുക്ക് അത്ര അങ്ങോട്ട് കിട്ടാത്തൊരു പ്രയോഗം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്.
മൂലഭാഷയിലും ഉണ്ട്. ഇംഗ്ലീഷിലും കൂടെ അതുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 2:9. But we see him who for a little while was made lower than the angels, namely Jesus, crowned with glory and honor because of the suffering of death, so that by the grace of God he might taste death for everyone. അതിൻ്റെ ആദ്യ ഭാഗം കണ്ടോ? ഹൂ വാസ് റാങ്ക്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ് ഫോർ എ ലിറ്റിൽ വൈൽ. അത് മലയാളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്പം താഴ്ച വന്നവൻ, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. പകരം അവിടെ നമ്മൾ കാണുന്നത് അല്പകാലത്തേക്ക് മാത്രം താഴ്ച വന്നവൻ എന്ന അർത്ഥമാണ്. ഫോർ എ ലിറ്റിൽ വൈൽ. ജീസസ് ഹ്യൂമിലിറ്റി and also humiliation, we can say, were not forever, but for a little while. ഏതാണ്ട് 33 വർഷങ്ങളിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 34 വർഷം ചില്ലറ, മറിയയുടെ ഉദരത്തിൽ കിടന്ന സമയവും കൂടെ എടുത്താൽ, for a little while, കുറച്ചു കാലത്തേക്ക് മാത്രം. എന്നേക്കുമായി യേശു താഴ്ച വന്ന് തന്നെ ഇരിക്കുന്നില്ല എന്നർത്ഥം. സ്തോത്രം. യേശുവിൻ്റെ ജഡധാരണം അല്പകാലത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. 33-34 വർഷം മാത്രം. പക്ഷെ അതിനുശേഷം നാം യേശുവിനെ തേജസ്സും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. ഇപ്പോഴത്തെ ഈ താഴ്ച അല്പകാലത്തേക്ക്, പക്ഷേ യേശുവിൻ്റെ ഉയർച്ച എല്ലാ കാലത്തേക്കും. അതിനോടാണ് നമുക്കും താദാത്മ്യപ്പെടുവാൻ ദൈവം അവസരം തരുന്നത്. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നാം കടന്നു പോകണമെന്ന് ദൈവം നിയമിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറാൻ വേണ്ടിയൊന്നും പ്രാർത്ഥിക്കരുത്. പകരം യേശു ക്രിസ്തു ഗതസമനയിൽ ഇത് തിരിച്ചറിഞ്ഞ്, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, അങ്ങ് ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് സമർപ്പിച്ചതുപോലെ നാമും നമ്മെ സമർപ്പിച്ചാൽ, സ്തോത്രം, നമ്മിലും ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ, ദൈവത്തിൻ്റെ നിത്യനിർണയങ്ങൾ നിറവേറും. ആയതിന് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് 8 മണിക്കായിരിക്കും എന്നുള്ളത് മറക്കത്തില്ലല്ലോ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.